subscribe, like, share. Okay? ഹലോ എവരിവൺ. സോ ഞാനും ദിയയും ജോയലും ഡോണും ഒക്കെ കൂടെ കല്യാണത്തിനൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞത് ഇന്നാട്ടോ ഒന്ന് പുറത്തു പോയി അടിച്ചു പൊളിക്കാന്നുള്ള പ്ലാൻ ഇട്ടത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് രാത്രിയിലത്തെ ഫ്ലൈറ്റിൽ ദിയയും ജോയലും ജോൺസണും തിരിച്ചു പോവാട്ടോ UK. സോ നമ്മൾ ഫസ്റ്റ് എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? ഫസ്റ്റ് നമ്മൾ പനങ്ങാട്. അത് ഇവന്റെ ഫ്രണ്ടിന്റെ അടുത്താട്ടോ നമ്മൾ പോകുന്നത് അല്ലേ? എന്തിനാണ്? എന്ത് കളക്ട് ചെയ്യാൻ? കുറച്ച് സാധനങ്ങൾ എടുക്കാൻ. പിന്നെ മുട്ട ബോക്സോ അല്ല KFC കഴിക്കാനോ? മിസ് ചെയ്ത് ഇവിടെ എന്റെ അമ്മ വണ്ടി വിളിക്കണ നല്ല വെട്ടത്തുണ്ട് നമ്മള് പോണേ. രാത്രിയല്ല, ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഭയങ്കര അപ്പൊ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ജോയലിന്റെ ഫ്രണ്ട് ജോയലിന്റെ വീട്ടിലേക്കാണ് അതേ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയൊരു വീടായിരുന്നു കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ചെടികളും പച്ചപ്പും നല്ലൊരു പോസിറ്റീവ് വൈബുള്ളൊരു വീട്. അപ്പൊ ഇവിടുത്തെ ജോയലും ഞങ്ങളുടെ ജോയലും ഒരുമിച്ചാട്ടോ നിൽക്കുന്നത്. സോ ഇവിടുത്തെ ജോയലിന്റെ പപ്പയും മമ്മിക്കും ജോയലിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്തുവിടാനാണ് കേട്ടോ അതെ ഞങ്ങളിവിടെ വന്നേക്കുന്നത്. സോ ഗായ്സ്, നമ്മള് ജോയലിന്റെ ഫ്രണ്ടിലെ വീട്ടിലൊക്കെ പോയി വന്നു. ജോയലിന്റെ ഫ്രണ്ടിന്റെ പേരും ജോയൽ തന്നെയാണ് കേട്ടോ. നല്ലൊരു ആന്റി അങ്കിളായിരുന്നു. എന്താ പറയാ, ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ഇതായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫോറം മാളിലേക്കാണ്. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. സോ ഇനി അവിടുത്തെ വിശേഷം നമുക്ക് കാണാം. സോ ഫൈനലി ഞങ്ങൾ ഫോറം മാൾ എത്തിയിട്ടോ. ഞങ്ങൾ 4 പേരുടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. പോലീസ് പിടിച്ചു. അങ്ങനെ ഫോറം മാളിൽ കയറി അത്യാവശ്യം വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത ശേഷം ഞങ്ങൾ നേരെ പോയത് പ്ലേ ഏരിയയിലേക്കാണ് കേട്ടോ. കാര്യം ഞങ്ങൾ 4 പേരും വളർന്ന് പന്തലിച്ചെങ്കിലും ഞങ്ങളുടെ മനസ്സ് ഇപ്പോഴും പിള്ള മനസ്സാട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗെയിം കാർഡൊക്കെ എടുത്ത് പറ്റാവുന്ന ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് തന്നെ പോകുന്നുള്ള തീരുമാനത്തിലായി.
അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജോയിലതേ അവൻ്റെ ശരീരത്തിന് പറ്റാത്തൊരു ട്രക്കിലേക്ക് വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. ഏതോ ഒരു കുഞ്ഞു കൊച്ചുവന്ന് നൈസായിട്ട് അതിനെ ഇറക്കി വിടുന്ന രംഗമാണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എനിക്കിവിടെ മെയിൻ ആയിട്ട് ഒരു റൈഡിൽ കയറാനാണ് കേട്ടോ ഏറ്റവും ആഗ്രഹം. VR എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു റൈഡാണ്. എനിക്ക് അതിൻ്റെ എക്സാക്ട് നെയിം എന്താണെന്ന് അറിയില്ല. ഇതാണ് കേട്ടോ സംഭവം. ഈ ഒരു റൈഡിന്റെ പേര് അറിയാവുന്നവർ കമന്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. സോ ഞാൻ കാനഡയിലായിരുന്നപ്പോഴും ഇഷ്ടംപോലെ മോൾസിൽ പോയപ്പോൾ ഈ ഒരു റൈഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കയറിയവരൊക്കെ കൈയും കാലൊക്കെ ഇട്ട് എനിക്ക് അലറി കൂന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേ ഞാൻ നോട്ടിട്ടതാണ് എപ്പോഴെങ്കിലും എനിക്ക് ഇതിനകത്ത് കയറണം എന്ന്. ഞങ്ങള് അതിനകത്ത് കയറാൻ പോവാണ്. വീഡിയോ നമുക്ക് എക്സ്പീരിയൻസ് എന്താന്ന് നോക്കാം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാനഡയിൽ വെച്ചിട്ട് തന്നെ അതിനകത്ത് കയറണം എന്ന്. സോ സംഭവം നമുക്കറിയാം. ഫിംഗേഴ്സ് ക്രോസ്. സൗണ്ടൊക്കെ പോയി ഞങ്ങളുടെ. അത്ര അടിപൊളിയായിരുന്നു. ശരിക്കും ഭയങ്കര റിയാലിറ്റി ആയിരുന്നു അല്ലേ? എൻ്റെ അമ്മേ ഫോറം വാള് മൊത്തം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അത്രയ്ക്ക് കൂടി സൗണ്ടൊക്കെ പോയി ഞങ്ങളുടെ. അപ്പോൾ ഗൈസ് പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു റൈഡായിരുന്നു കേട്ടോ അത്. ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നു ട്രൈ ചെയ്യാനായിട്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 2 പ്രാവശ്യം ആ റൈഡിൽ കയറി. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അങ്ങനെ ആ ഒരു റൈഡ് കഴിഞ്ഞ് കാർഡിൽ ഇനിയും ഗെയിംസ് ബാക്കിയുള്ളതുകൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് ചെയ്തത് ബൗളിംഗ് ആണ് കേട്ടോ. പയ്യെ അടിപൊളി. അറിയുന്നോ കണ്ടോ അവൻ ചെയ്യാൻ നോക്കാം. കുറച്ചും കൂടെ അടുത്തുന്നോ? അതൊന്നാ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ എത്തോന്ന്. അടിപൊളി. ഇനി നമ്മൾ എന്താണ് പരിപാടി? ഫുഡ് അടിക്കാൻ പോകാം. ഫുഡ് കോർട്ടിലേക്ക്. തൊണ്ടയൊക്കെ പോയി അലറി പക്ഷെ അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. ഫസ്റ്റ് വൺ ആയിരുന്നല്ലേ? കുറച്ചുകൂടെ ബെറ്റർ. KFC ആണോ? എന്താണ് വെയിറ്റിംഗ് ആണോ? എന്താ ഓർഡർ ചെയ്ത്? എന്താണ് വയറ് നിറഞ്ഞല്ല?
മത്ത് പിടിച്ച് വീട്ടിൽ പോവാ. സത്യം വയറിനാണ് നടക്കാൻ ഉറക്കം വരും. നല്ല അടിപൊളി KFC കഴിച്ചു. അങ്ങനെ ഫോറമാളൊക്കെ അടിച്ചു പൊളിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ചെറായി ബീച്ചിലേക്കാണ് കേട്ടോ. അവിടെയും കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തപ്പോഴേക്കും വീട്ടിൽ നിന്ന് വിളി വന്നു. കാരണം ഇന്ന് രാത്രി ഒരു ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് വേഗം വീട്ടിലേക്ക് കയറാൻ പറഞ്ഞു. ഇനി ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് എപ്പോഴാണ് നാട്ടിലൊന്നും ഇതുപോലെ എൻജോയ് ചെയ്യുന്ന അറിയില്ല കേട്ടോ. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ ഗായ്സ്. ടാറ്റാ ബൈ.